പുതുച്ചേരിയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം അഴുക്കുചാലിൽ ഉപേക്ഷിച്ചു. രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് 2 മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു. മനീഷ് മൂർത്തി നൽകും ചെന്നൈയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. മനീഷ്, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അഴുക്കുചാലിൽ തള്ളിയ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതെന്താണ്, ഇതിനെക്കുറിച്ച് പോലീസ് എന്താണ് നൽകുന്ന വിവരങ്ങൾ? പ്രജൻ, മാർച്ച് 2-ാം തീയതിയാണ് വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതാവുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ബന്ധുക്കൾ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ നിരവധി ഇടങ്ങളിൽ തിരഞ്ഞെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താനായില്ല. അത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ രീതിയിലൊരു തിരച്ചിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ആ പരിസരങ്ങളിലൊന്നും തന്നെ പോലീസ് തിരച്ചിൽ നടത്തുകയോ അതൊന്നും തന്നെ ചെയ്തിരുന്നില്ല. പിന്നീടാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധത്തിനൊടുവിലാണ് ഭൂരിഭാഗം ഇടങ്ങളും പരിശോധിക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകുന്നത്. അങ്ങനെയാണ് അഴുക്കുചാൽ, ഈ കുട്ടിയുടെ വീടിന് സമീപത്തുള്ള അഴുക്കുചാൽ പരിശോധിച്ചപ്പോഴാണ് അവിടെ ഈ രീതിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അത് കൊണ്ടുകൊണ്ട് വരിഞ്ഞു കെട്ടിയ നിലയിലായിരുന്നു ഒരു മൃതദേഹം ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് കേസിൽ ഇപ്പോൾ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള വിവേകാനന്ദൻ, അതുപോലെ തന്നെ കരുണാസ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കരുണാസ് ആണ് കുട്ടിയെ ഐസ്ക്രീം നൽകിക്കൊണ്ട് ഈ കുട്ടിയെ വിവേകാനന്ദന്റെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ശരി, പ്രതികൾക്ക് ശിക്ഷ വൈകരുത് എന്നാണ് ഇനി നമ്മൾക്ക് പറയാൻ സാധിക്കുക.